ഏഷ്യ കപ്പിലേക്കുള്ള പ്ലേയിങ് ലെവലിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് T20 11 റീ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞതാണ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അത് ജയിച്ചാലും ഇല്ലെങ്കിലും സൂര്യകുമാർ യാദവിനെ തട്ടും, അവിടേക്ക് ശുഭ്മാൻ ഗില്ല് ക്യാപ്റ്റനായിട്ട് വരുമെന്ന്. എന്നാൽ പിന്നെ നമ്മൾ കണ്ടത് ലോകകപ്പിലേക്കുള്ള സ്ക്വാഡിലേക്ക് ഗില്ലിനെ അവർ ഒഴിവാക്കുന്നു, പകരം സഞ്ജുവിനെയും ഇഷൻ കിഷനെയും ചൂസ് ചെയ്യുന്നു. സ്കൈയുടെ നേതൃത്വത്തിൽ നമ്മൾ കപ്പടിക്കുന്നു. സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റൻസിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. T20 ക്യാപ്റ്റനായിട്ട് മാത്രമല്ല സ്ക്വാഡിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്തായാലും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. എല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ക്യാപ്റ്റൻ ആരാകുമെന്ന്. പലരും പറഞ്ഞു കേൾക്കുന്നത് ഗൗതം ഗംഭീറിന്റെ സപ്പോർട്ട് നമ്മുടെ സഞ്ജു സാംസൺ എന്നാണ്. ചീഫ് സെലക്ടർ അജിത് അഗാക്കറിന് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ട് വരണമെന്നാണ് ആഗ്രഹം. സൂര്യകുമാർ യാദവിന് പിൻഗാമിയായിട്ട് ഇന്ത്യയെ T20 നയിക്കാൻ സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് എത്തുമോ, അതോ മുംബൈയിൽ നിന്നുള്ള ശ്രേയസ് അയ്യർ എത്തുമോ? ഇവരിൽ ആരും അല്ലാതെ തിലക് വർമ്മയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.